അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നത് മെമ്മറി ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ആക്ച്വലി റാമിനെ നമുക്കറിയാം, നമുക്കുള്ള ഇന്റേണൽ റാമിന്റെ സ്ട്രക്ചർ, ഇന്റേണൽ റാമിന്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് 128 ബൈറ്റ്സ് ആണ്. 128 ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 128 ലൊക്കേഷൻസ് ആയിട്ട് ഓരോ ബൈറ്റിനെ സ്റ്റോർ ചെയ്യാം. അതായത് ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ 8 ബിറ്റിനെ സ്റ്റോർ ചെയ്യാം. രണ്ടാമത്തെ വേറൊരു ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ 8 ബിറ്റിനെ സ്റ്റോർ ചെയ്യാം. പിന്നെയും വേറൊരു ലൊക്കേഷൻ, അത് ലൊക്കേഷനിൽ 8 ബിറ്റിനെ സ്റ്റോർ ചെയ്യാം. അങ്ങനെ മൊത്തം നമുക്ക് 128 ലൊക്കേഷൻസ് ഉണ്ട്, അവിടെ 8 ബിറ്റിനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ ഓരോ ലൊക്കേഷനിലും 8 ബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ഒരു ബൈറ്റ്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ ഒരു ബൈറ്റിനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ 128 ലൊക്കേഷനിൽ എത്ര ബൈറ്റിനെ സ്റ്റോർ ചെയ്യാം? 128 ബൈറ്റിനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 128 ബൈറ്റിനെ നമ്മൾ റാമിൽ 3 സെക്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം റാം മൊത്തം ഉള്ളത് 128 ബൈറ്റ് ആണ്. ഈ 128 ബൈറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 3 സെക്ഷൻസ് ആക്കി. എങ്ങനെയാണ്? 32 ബൈറ്റിൻ്റെ ഒരു സെക്ഷൻ, 16 ബൈറ്റിൻ്റെ വേറൊരു സെക്ഷൻ, പ്ലസ് ബാക്കിയുള്ള 80 ബൈറ്റിൻ്റെ വേറൊരു സെക്ഷൻ. 32 ബൈറ്റിൻ്റെ ഏറ്റവും താഴത്തെ സെക്ഷൻ, അതിൻ്റെ മുകളിൽ ഒരു 16 ബൈറ്റ്, അതിൻ്റെ മുകളിൽ ഒരു 80 ബൈറ്റ്, അങ്ങനെ 3 സെക്ഷൻസ് ആക്കിയിട്ട് റാമിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 32 ബൈറ്റ്, ആദ്യത്തെ 32 ബൈറ്റ്, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ലൊക്കേഷൻ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റർ ആയിട്ടാണ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, അതായത് നമുക്ക് ഡാറ്റ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ, ആ ഡാറ്റാസ് ഡയറക്റ്റ്ലി പ്രോഗ്രാമറിന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതായത് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ആഡ് ചെയ്യാനുള്ള 2 നമ്പേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുക എവിടെയാണ്? രജിസ്റ്റേഴ്സിലാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഡാറ്റ, കമ്പയർ ചെയ്യാനുള്ള ഡാറ്റ, അങ്ങനെ ഒരുപാട് ഡാറ്റ, നമ്മൾ പ്രോഗ്രാമർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻസിനാണ് ആക്ച്വലി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇത്രയും ലൊക്കേഷൻസ് യൂസ് ചെയ്യാം. ഇത്രയും ലൊക്കേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്ക് ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ് ഒരു രജിസ്റ്റർ. അപ്പോൾ ആക്ച്വലി 32 ബൈറ്റ് ആണ് ഈ മൊത്തം ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൊക്കേഷൻ്റെ അകത്ത് നമുക്ക് 8 ബിറ്റ് അല്ലെങ്കിൽ ഒരു ബൈറ്റിനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 32 ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും? 32 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ 32 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 32 രജിസ്റ്റേഴ്സ് ആണ് നമുക്കിപ്പോൾ കറൻ്റ്ലി ജനറൽ പർപ്പസ് ആയിട്ട് 8051 ഉള്ളത് എന്ന് പറയാൻ പറ്റും. അത് മനസ്സിലായോ? അതായത് 32 ബൈറ്റ് ആണ് നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മൾ രജിസ്റ്ററിനെ ഡിവൈഡ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ 32 രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്ററിന് നമ്മൾ പേര് കൊടുക്കുന്നുണ്ട്. പേര് കൊടുക്കുന്നത് R0, R1, R2, R3 അങ്ങനെയാണ് നമുക്ക് പേര് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് 32 രജിസ്റ്റർ ഉണ്ടെങ്കിൽ R0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം R31 വരെ രജിസ്റ്ററിന് പേര് കൊടുക്കാം. പക്ഷേ ആക്ച്വലി രജിസ്റ്ററിനെ നെയിം ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. രജിസ്റ്ററിന് നമ്മൾ ഓരോ സെക്ഷൻ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ആക്ച്വലി രജിസ്റ്ററിനെ നെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് R0 മുതൽ R7 വരെ മാത്രമാണ്. അതായത് R0 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ, R1 എന്ന് പറയുന്ന രണ്ടാമത്തെ രജിസ്റ്റർ, R2 എന്ന് പറയുന്ന മൂന്നാമത്തെ രജിസ്റ്റർ, അങ്ങനെ R7 വരെ നമുക്ക് രജിസ്റ്ററിന് നെയിമുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എത്ര രജിസ്റ്റർ നെയിംസ് ആയി? 8 രജിസ്റ്റർ നെയിമായി. പക്ഷെ നമ്മൾ പറഞ്ഞു 32 ബൈറ്റ് നമ്മൾ രജിസ്റ്റർ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എത്ര രജിസ്റ്റേഴ്സ് ഉണ്ടാവും? 32 രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ഒരു രജിസ്റ്ററിന്റെ സ്പേസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അപ്പോൾ 32 അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിന് 1 ബൈറ്റ് വേണം. അപ്പോൾ 32 ബൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്ര രജിസ്റ്റേഴ്സിനെ കൊള്ളിക്കാം? 32 രജിസ്റ്റേഴ്സിനെ കൊള്ളിക്കാം. ആക്ച്വലി 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 32 രജിസ്റ്റേഴ്സിന് നമ്മൾ നെയിം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് R0 മുതൽ R7 വരെയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി നെയിമിംഗ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള രജിസ്റ്ററിനൊക്കെ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? 8 രജിസ്റ്ററിന് മാത്രമേ പേരുള്ളൂ, അങ്ങനെയാണോ? അങ്ങനെയല്ല. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് R0 മുതൽ R7 വരെയുള്ള 8 പേരുകൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കും. അതായത് അതാണ് നിങ്ങൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണുന്നത്. R0 മുതൽ R7 വരെ
പിന്നെയും R0 മുതൽ R7 വരെ, പിന്നെയും R0 മുതൽ R7 വരെ, പിന്നെയും R0 മുതൽ R7 വരെ. അപ്പോൾ ഈ ഓരോ R0 to R7 രജിസ്റ്റേഴ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ബാങ്കുകളാക്കിയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3, 4 ബാങ്കുകൾ. ഓരോ ബാങ്കുകളിലും 8 രജിസ്റ്റർ വീതം. അപ്പോൾ ബാങ്ക് 0യിലുള്ള രജിസ്റ്റേഴ്സ് ആണ് R0, R1 to R7. അതേ രജിസ്റ്റേഴ്സ് എവിടെ അവൈലബിൾ ആണ്? ബാങ്ക് 1ലും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഒരു സമയത്ത് ഒരു ബാങ്ക് മാത്രമേ ആക്റ്റീവ് ആയിട്ടിരിക്കുള്ളൂ. ഡീഫോൾട്ട് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് 0 ആണ്. നമുക്ക് ബാങ്ക് 0നെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ബാങ്ക് 1നെ ആക്ടിവേറ്റ് ചെയ്യാം. ബാങ്ക് 1നെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ബാങ്ക് 2നെ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ അറ്റ് എ ടൈം നമ്മൾ ഒരു ബാങ്കിനെ മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് R0 മുതൽ R7 വരെയുള്ള നെയിമിംഗ് മതിയല്ലോ രജിസ്റ്റേഴ്സിന്. ഇപ്പം നമ്മൾ പറയുന്നു നമുക്കിതാ ഇവിടെയുള്ള R7 എന്ന് പറയുന്ന രജിസ്റ്ററിനെ ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് 2നെ ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? R7 യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ രജിസ്റ്ററാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോൾ നമുക്ക് ഈ രജിസ്റ്ററാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് 3നെ ആക്ടിവേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? R1 എന്ന് പറയുന്ന രജിസ്റ്ററിനെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ബാങ്കിനെ എങ്ങനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അതിന് 2 ബിറ്റ് ലൊക്കേഷൻസിൽ 2 ബിറ്റ് ഡാറ്റയുണ്ട്. ആ ഡാറ്റയുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ബാങ്കിനെയായിട്ട് ആക്സസ് ചെയ്യും. നമ്മുടെ ഡിഫറെൻറ്റ് ബാങ്ക് ഉണ്ട്. അതിൽ ബാങ്ക് 1 എന്ന് പറയുന്ന സ്ഥലത്തുള്ള രജിസ്റ്റർ, ബാങ്ക് 1 എന്നുള്ള സ്ഥലത്തുള്ള രജിസ്റ്റർ ഏതൊക്കെയായിരിക്കും? R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ബാങ്ക് 1 എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ടാവും. ഈ ബാങ്ക് 1ലുള്ള R0 എന്ന് പറയുന്ന രജിസ്റ്ററിനെ എനിക്ക് വിളിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രൊസീജിയർ എന്താണ്? ബാങ്ക് 1നെ ആക്ടിവേറ്റ് ചെയ്യണം, എന്നിട്ട് R7നെ യൂസ് ചെയ്യാം, R0നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾ ആ ഡയഗ്രത്തിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അഡ്രസ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് മുതൽ 32 ബൈറ്റ് എൻഡ് ചെയ്യുന്നവരെ അഡ്രസ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഓരോ രജിസ്റ്ററിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സുകളുണ്ട്. ഇവിടെ നെയിം R0 മുതൽ R7 വരെ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ പോലും ഈ R7ഉം ഈ R7ഉം എടുത്ത് നോക്കിയേ, രണ്ടിൻ്റെ അഡ്രസ്സ് സെയിം ആണോ? അല്ല. ഈ R7ൻ്റെ അഡ്രസ്സ് 07 ആണ്, ഈ R7ൻ്റെ അഡ്രസ്സ് 0F ആണ്. അതേപോലെ തന്നെ ഈ R7ൻ്റെ അഡ്രസ്സ് എത്രയാണ്? 17 ആണ്, ഈ R7ൻ്റെ അഡ്രസ്സ് 1F ആണ്. അപ്പോൾ ആക്ച്വലി രജിസ്റ്റർ നെയിം സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അഡ്രസ്സുകൾ എക്സ്ട്രീംലി അല്ലെങ്കിൽ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സുകളാണ് അതിൻ്റെ അകത്ത് അഡ്രസ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ രജിസ്റ്റർ ഉപയോഗിക്കണമെങ്കിൽ ബാങ്ക് വഴി ബാങ്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി ആ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അഡ്രസ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക്കലി അത് ഏത് ബാങ്കിലാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഓരോ അഡ്രസ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഏത് ബാങ്കിലാണ് ആ അഡ്രസ്സ് ഉള്ളതെന്ന് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ ബാങ്കിലുള്ള ഓരോ ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് തരത്തിൽ ആക്സസ് ചെയ്യാം. ഒന്ന് ബാങ്ക് ആക്ടിവേറ്റ് ചെയ്യാം, എന്നിട്ട് ആ പർട്ടിക്കുലർ രജിസ്റ്ററിനെ കോൾ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ രജിസ്റ്ററിൻ്റെ ഡയറക്റ്റ് അഡ്രസ്സ് അവൈലബിൾ ആണ്. ആ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ രജിസ്റ്ററിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള 32 ബൈറ്റ്സ് ലൊക്കേഷനെ പറ്റി പറയാനുള്ളത്.